അപ്പൊ വി ഡി സതീശനെ മുഖ്യമന്ത്രി ആക്കണമെന്ന ആവശ്യം ഇപ്പൊ കേരളം മൊത്തം അല അടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇപ്പൊ എവിടെ നോക്കിയാലും വി ഡി സതീശന് വേണ്ടിയുള്ള പ്രതിഷേധ പ്രകടനങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. ന്യൂസ് ചാനൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാണെങ്കിൽ അവിടെ മുഴുവൻ ഇപ്പൊ ഇതിനെ കുറിച്ചാണ് സംസാരം. ഇനി അത് ഒഴിവാക്കി സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാലോ, സോഷ്യൽ മീഡിയയിലും എല്ലാവരും ഇതിനെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. ഇനി ഇതൊക്കെ വേണ്ടാന്ന് വെച്ച് റോഡിലേക്ക് ഇറങ്ങിയാലോ ഫുള്ളും വി ഡി സതീശന് വേണ്ടിയുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ. അങ്ങനെ സർവത്ര വി ഡി സതീശമായെന്ന് പറഞ്ഞാൽ മതിയല്ലോ. കേരളം മൊത്തം ഇപ്പൊ വി ഡി സതീശനെ കണ്ട് അല അടിക്കുകയാണ്. എല്ലാവർക്കും ഇപ്പൊ വി ഡി സതീശനെ മതി. ജീവിതത്തിൽ ഒരിക്കൽ പോലും പൊളിറ്റിക്സ് സംസാരിക്കാത്ത ആൾക്കാർ വരെ ഇപ്പൊ വി ഡി സതീശനെ വേണ്ടി സംസാരിച്ച് രംഗത്ത് വരാൻ തുടങ്ങി എന്നുള്ളതാണ്. ആ ലെവലിലേക്ക് ഇപ്പൊ മനുഷ്യന് റേഞ്ച് ഉയർന്നു തുടങ്ങിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഞാനൊക്കെ ഇന്നലെ വെറുതെ ഇൻസ്റ്റാഗ്രാമൊക്കെ സ്ക്രോൾ ചെയ്യുന്ന സമയത്തുണ്ട് ഏതൊക്കെയോ നടിമാര് മൂപ്പരെ കുറിച്ച് സംസാരിക്കുന്ന ഇഷ്ടമാണ്. എനിവേ, ഇത്തവണത്തെ കേരള ഇലക്ഷനിൽ കോൺഗ്രസ് വിജയിച്ച് കയറിയ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള വടംവൽ ഇപ്പോഴും കോൺഗ്രസിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. 3 പേരാണ് ഇപ്പൊ നിലവിൽ മുഖ്യമന്ത്രിയായി നിർദ്ദേശിച്ചിട്ടുള്ളത്. ഒന്ന് നിലവിൽ കോൺഗ്രസ് എം പി ആയിട്ടുള്ള KC വേണുഗോപാൽ, പിന്നെ MLA മാരായിട്ടുള്ള രമേശ് ചെന്നിത്തല, അതുപോലെ തന്നെ വി ഡി സതീശൻ. ഇതിൽ രമേശ് ചെന്നിത്തല ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ആ ഫാക്ടർ നമുക്ക് മാറ്റി നിർത്താം. പിന്നെയുള്ള 2 ആൾക്കാരെന്ന് പറയുന്നത് KC വേണുഗോപാലും പിന്നെ വി ഡി സതീശനുമാണ്. എന്നാൽ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാണെങ്കിൽ കോൺഗ്രസിലെ MLA മാരടക്കമുള്ള മുതിർന്ന നേതാക്കന്മാർക്കൊക്കെ താല്പര്യം KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആവുന്നതിലാണ്. കാരണം മറ്റൊന്നുമല്ല, മൂപ്പര് നിലവിൽ MP ആണ്, അതുപോലെ തന്നെ കോൺഗ്രസിന്റെ എന്തൊക്കെയോ വലിയ സ്ഥാനങ്ങൾ വഹിക്കുന്ന ഒരാളാണ്. അതുകൂടാതെ തന്നെ രാഹുൽ ഗാന്ധിയുമായി വളരെ അടുത്തിട്ടുള്ള ഒരാളും കൂടിയാണ്. സ്വാഭാവികമായിട്ട് നേതാക്കന്മാർക്ക് കൂടുതൽ ബെനിഫിഷ്യൽ ആയിട്ട് വരുന്നത് മൂപ്പര് മുഖ്യമന്ത്രിയായി വരുമ്പോഴാണല്ലോ. അതുകൊണ്ടാണ് നേതാക്കന്മാർ ഇങ്ങനെ മൂപ്പര് പിന്തുണയ്ക്കുന്നത്. പക്ഷെ എങ്ങനെയൊക്കെയാണെങ്കിൽ കൂടിയും പൊതുജനത്തിന് താല്പര്യം നമ്മുടെ വി ഡി സതീശനാണ്. മൂപ്പര് മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയാണ് പൊതുജനം താല്പര്യപ്പെടുന്നതും കൊതിക്കുന്നതും. അത് മറ്റൊന്നും കൊണ്ടല്ല, ഇലക്ഷൻ സമയത്ത് മൂപ്പര് ചെയ്തു വെച്ച പ്രവർത്തനങ്ങളാണ്. അതുകൂടാതെ മൂപ്പര് കാഴ്ചപ്പാടുകളും മറ്റുമൊക്കെയാണ്. മൂപ്പര് റീസെന്റ് കൊടുത്ത ഇന്റർവ്യൂകളൊക്കെ കണ്ടവർക്ക് അത് മനസ്സിലാക്കും. ഇത് കണ്ട് എല്ലാവർക്കും താല്പര്യം മൂപ്പര് മുഖ്യമന്ത്രിയായി വരാനാണ്. പലരും ഇത്തവണ കോൺഗ്രസിന് വോട്ട് ചെയ്തത് പോലും വി ഡി സതീശന് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കുന്നത് മോഹിച്ചാണ്. അങ്ങനെ ഒരു അവസ്ഥയിൽ കോൺഗ്രസ് നേതാക്കന്മാരുടെ താല്പര്യം മാനിച്ച് KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കാനുള്ള നീക്കങ്ങൾ കോൺഗ്രസ് തുടങ്ങി കഴിഞ്ഞു എന്നുള്ളതാണ്. അവിടെയാണ് പൊതുജനം തെരുവിലിറങ്ങുന്ന സാഹചര്യം വന്നത്. സോഷ്യൽ മീഡിയയിൽ വി ഡി സതീശന് വേണ്ടി ജനങ്ങൾ സംസാരിക്കുന്ന സാഹചര്യം വന്നത്. ന്യൂസ് ചാനലുകൾ അടക്കം മൂപ്പരെ കുറിച്ച് മാത്രം സംസാരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയത്. ഞാനൊക്കെ ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കുമ്പോണ്ട് പലരും ഹിന്ദിയിലൊക്കെ സംസാരിച്ച് വീഡിയോകൾ ചെയ്യുന്ന ഇഷ്ടമാണ്. ഇന്നലെ ഞാൻ വെറുതെ ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മുടെ ബിഗ് ബോസ് താരമായിട്ടുള്ള അക്ബർ ഖാന്റെ ഒരു വീഡിയോ, രാഹുൽ ഗാന്ധിക്ക് ഒരു കത്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് വീഡിയോ. നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. Guys, please do share this video maximum. This is a video regarding the Chief Minister discussion to the High Command. नमस्कार, आज मैं केरला की आवाज लेकर बोल रहा हूँ. पिछले इलेक्शन में कांग्रेस सिर्फ 40 सीट तक सिमट गई थी. पार्टी कंफ्यूज्ड हो गई थी, अब कांग्रेस को कौन आगे लेकर जाएगा. उसी मुश्किल वक्त में पार्टी ने वीडी सतीशन पर भरोसा किया था. पिछले 5 साल वीडी सतीशन जी ने बहुत मेहनत की. उन्होंने केरला के लोगों के इश्यूज उठाए, LDF सरकार के अगेंस्ट मजबूत ऑपोजिशन दिया और कांग्रेस को फिर से मजबूत बनाया. आज कांग्रेस 100 से ज्यादा सीट जीत कर वापस आई है. तो उसके पीछे वीडी सतीशन जी की मेहनत और लीडरशिप सबसे बड़ा कारण. आज सीएम पोजीशन के लिए कई नाम आ रहे हैं, लेकिन केरला की जनता एक ही नाम चाहती है, वीडी सतीश. ये सिर्फ कांग्रेस वर्कर्स की नहीं है, आम लोगों की भी आवाज है. हाई कमांड से मेरी एक रिक्वेस्ट है, हल्का सा छोटा सा रिक्वेस्ट है, केरला की जनता की फीलिंग को समझिए. जिस लीडर ने पार्टी को 40 सीट से 100 तक पहुंचाया, उसी लीडर को केरला के चीफ मिनिस्टर बनाना चाहिए. और अगर वीडी सतीशन को सीएम नहीं बनाया गया तो कांग्रेस केरला के लोगों की उम्मीद और भरोसा दोनों तोड़ देगी. केरला वांट्स वीडी सतीश. അതെ അതെ, അങ്ങനെ പറഞ്ഞു കൊടുക്ക അക്ബർക്ക. നെഹി എന്ന് പറഞ്ഞ നെഹി, അത്രേ ഉള്ളൂ. എന്തായാലും ഇന്ത്യയിലൊക്കെയാണെങ്കിൽ അല്ല, രാഹുൽ ഗാന്ധി എങ്ങാനും ഈ വീഡിയോ കാണിക്കുകയാണെങ്കിൽ മൂപ്പർക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാകണം ഹിന്ദിയിൽ സംസാരിച്ചത്. എന്തായാലും സംഭവം നൈസായിരിക്കും. ഇങ്ങനെ അക്ബർ ഖാൻ മാത്രമല്ല കേട്ടു, ഒരുപാട് ആളുകൾ ഇത്തരത്തിൽ ഹിന്ദിയിൽ വരെ വീഡിയോസ് ചെയ്യുന്ന. ഞാൻ എല്ലാം കൂടി എടുത്ത് കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ വി ഡി സതീശന് വേണ്ടി ഹിന്ദിയിലും മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ സംസാരിക്കുന്നുണ്ട്. ഇതൊക്കെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇവരെല്ലാം സംസാരിക്കുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അത്രയും ഒരു പൊതുജന വികാരമായി വി ഡി സതീശൻ എന്ന് പറഞ്ഞ നേതാവ് മാറിക്കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ഇതുകൊണ്ടൊന്നും തീർന്നില്ല കേട്ടോ. ഇന്നലെ തെരുവിൽ നടന്ന ചില സമരങ്ങൾ ചെറിയൊരു ഭാഗം ഞാൻ കാണിച്ചു തരാം. വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട് റഹീസ്. ഈ പ്രതിഷേധം നേതൃത്വം കാണണമെന്നുള്ളത് ലക്ഷ്യമിട്ടാണ് ഇത്ര വലിയ പ്രതിഷേധം, ഇത്ര വലിയ മുദ്രാവാക്യം. മധു, ഉറപ്പായിട്ടും നേതൃത്വം കാണണം. ഈ പ്രതിഷേധ പ്രകടനം നടത്തുന്നതിന്റെ പശ്ചാത്തലത്തിൽ പാർട്ടിയുടെ അച്ചടക്ക നടപടി നേരിടേണ്ടി വരും എന്ന് ഉറപ്പുകൂടിയുള്ള നേതാക്കളാണ്. അതിൽ ഞാനിപ്പോൾ നിൽക്കുന്ന ഭാഗത്തുള്ള ആളുകളാണെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി, KSUവിന്റെ സംസ്ഥാന സെക്രട്ടറി, യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും ജില്ലാ സെക്രട്ടറിമാർ അടക്കമുള്ള കോൺഗ്രസിന്റെ ബ്ലോക്ക് വൈസ്. എന്തായാലും ജനങ്ങൾക്ക് ഇരിക്കപ്പോർത്തില്ല.
തെരുവിലിറങ്ങി വരെ ആളുകൾ പ്രതിഷേധിക്കുകയാണ്. ഇവിടെ കേരളത്തിൽ മാത്രമല്ല കേട്ടോ, ഗൾഫിൽ വരെ പ്രതിഷേധങ്ങളുണ്ട്. പക്ഷെ ഗൾഫിൽ റോഡിലിറങ്ങി പ്രതിഷേധിക്കാൻ പറ്റില്ലല്ലോ, സോഷ്യൽ മീഡിയ വഴി പ്രതിഷേധിക്കുന്ന ആൾക്കാരുണ്ട്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്തെന്നാലും പ്രതിഷേധങ്ങളോട് പ്രതിഷേധങ്ങളാണ് മക്കളെ. അതിന്റെ ഇടയിൽ പലരും KC വേണുഗോപാലിനെ ഫ്ലക്സ് കീറി വരെ പ്രതിഷേധിക്കാൻ തുടങ്ങിയെന്നുള്ളതാണ്. എന്തായാലും പ്രതിഷേധങ്ങൾ വല്ലാതായതോടെ VD സതീശൻ സോഷ്യൽ മീഡിയയിൽ ഒരു സർക്കുലർ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനൊന്ന് വായിച്ചുതരാം. 102 സീറ്റുമായി കോൺഗ്രസിന്റെയും UDFന്റെയും ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമാണ് നമ്മൾ നേടിയത്. കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള ആദ്യഘട്ട നടപടികൾ പൂർത്തിയായി. രണ്ടാം ഘട്ട നടപടികളിലേക്ക് AICC കടക്കുന്നു. നമുക്കിത് സന്തോഷത്തിന്റെയും അഭിമാനത്തിന്റെയും നിമിഷങ്ങളാണ്. ഇത്തരം ഒരു സാഹചര്യത്തിൽ പാർട്ടിക്കും മുന്നണിക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നും നേതാക്കളുടെ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പാടില്ല. ചേരിതിരിഞ്ഞുള്ള പ്രകടനങ്ങൾ നടത്തുന്നതും ഫ്ലെക്സുകൾ സ്ഥാപിക്കുന്നതും ഒഴിവാക്കണം. അത്തരം നടപടികളിൽ നിന്ന് പ്രിയപ്പെട്ടവർ കോൺഗ്രസ് UDF പ്രവർത്തകർ പിന്മാറണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. എന്ത് അഭ്യർത്ഥന! ഈ അഭ്യർത്ഥനയൊക്കെ കാശിൽ പറത്തിക്കൊണ്ടാണ് ഇപ്പൊ ജനങ്ങൾ VD സതീശന് വേണ്ടി പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് മറ്റൊന്നും കൊണ്ടല്ലേ, ഈ ഇലക്ഷൻ സമയത്ത് ഇങ്ങനെ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ട് തന്നെയാണ് അതിന്റെ കാരണം. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ച് കഴിഞ്ഞതാണ്. ഇനിയും അതിനെക്കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല. എന്തായാലും VD സതീശൻ ഒരു പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. ഇങ്ങനെ മുഖ്യമന്ത്രി അയക്കാതെ അടങ്ങില്ല എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പൊ കേരള ജനത പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ കോൺഗ്രസിന് അതിന്റേതായ ചില രീതികളുണ്ട്. അവരൊരു സംസ്ഥാനത്ത് ഒരു ഇലക്ഷൻ ജയിച്ചു കഴിഞ്ഞാണെങ്കിൽ അവർ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതിലും ചില രീതികളുണ്ട്. ഇപ്പൊ LDFന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ, BJPന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിലും അവരുടെ രീതികൾ എന്ന് പറയുന്നത്, അവരുടെ സംസ്ഥാനത്ത് ഭരണം കിട്ടിക്കഴിഞ്ഞാണെങ്കിൽ മുകളിൽ നിന്നുള്ള ഒരു ഓർഡർ വരും, ഇന്ന ആൾ മുഖ്യമന്ത്രി ആയാൽ മതി. അതനുസരിച്ചായിരിക്കും അവിടെ ബാക്കിയുള്ള മുകളിൽ നിന്നുള്ള ഓർഡർ എന്താണോ അതനുസരിച്ച് താഴെ നിൽക്കുക എന്നുള്ളതാണ്. എന്നാൽ കോൺഗ്രസിന്റെ രീതി എന്ന് പറയുന്നത് അതിനൊന്നും തികച്ചും ഇവരൊരു സംസ്ഥാനത്ത് ഭരണം പിടിച്ചു കഴിഞ്ഞാൽ ഇവർ ചെയ്യുന്ന പരിപാടി എന്താണ്? ആ സംസ്ഥാനത്ത് ജയിച്ചു കയറിയ MLA-മാരുടെ അഭിപ്രായം ചോദിക്കും. അതിൽ ഭൂരിഭാഗം MLA-മാരും ആരെയാണ് പിന്തുണയ്ക്കുന്നത് അവരായിരിക്കും പിന്നെ മുഖ്യമന്ത്രിയായിട്ട് വരിക. ഇപ്പൊ കേരളത്തിൽ ഒരു കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാണെങ്കിൽ, ഇങ്ങനെ ജയിച്ചു കയറിയ MLA-മാരോട് കോൺഗ്രസ് ഉപദേശം തേടിയ സമയത്ത് മെജോറിറ്റി ഓഫ് MLA-മാരും പിന്തുണച്ചത് ആരെയാണ്? KC വേണുഗോപാലിനെയാണ്. 40-ലധികം MLA-മാരാണ് KC വേണുഗോപാലിനെ പിന്തുണച്ചത്. അതേസമയം 8ഓളം MLA-മാര് രമേശ് ചെന്നിത്തലയും പിന്തുണച്ചു. വെറും 6ഓളം MLA-മാര് മാത്രമാണ് VD സതീശന് പിന്തുണ നൽകിയത്. അങ്ങനെ നോക്കുമ്പോൾ MLA-മാരുടെ താല്പര്യം മാനിച്ച് KC വേണുഗോപാലാണ് മുഖ്യമന്ത്രിയായി മാറേണ്ടിയിരുന്നത് അല്ലേ? അതിനുള്ള നീക്കങ്ങൾ നടത്തുന്നതിനിടയിലാണ് ജനം തെരുവിൽ പ്രതിഷേധവുമായി ഇറങ്ങിയത്. എന്തായാലും അതിനിടയിൽ ഒരു മുട്ടൻ കോമഡി നടന്നു കേട്ടോ. അതെന്താണെന്ന് വെച്ചാണെങ്കിൽ, ഈ സാധാരണഗതിയിൽ ഏതൊക്കെ MLA-മാര് ആരൊക്കെയാണ് പിന്തുണയ്ക്കുന്നത് എന്നുള്ള വിവരങ്ങളൊന്നും കോൺഗ്രസ് അങ്ങനെ പുറത്തു വിട്ടു കഴിഞ്ഞാണെങ്കിൽ അത് സീനായിട്ട് മാറും. പ്രത്യേകിച്ച് കേരളത്തിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മെജോറിറ്റി ഓഫ് MLA-മാരും ഈ പറയുന്ന KC വേണുഗോപാലിനാണ് പിന്തുണ അറിയിച്ചിട്ടുള്ളത് അല്ലെ? അത്തരം ഒരു സാഹചര്യത്തിൽ ഏതൊക്കെ MLA-മാര് ആർക്കൊക്കെയാണ് പിന്തുണ അറിയിച്ചത് എന്നുള്ള കാര്യം കോൺഗ്രസ് പുറത്തു വിട്ടു കഴിഞ്ഞാണെങ്കിൽ, അല്ലെങ്കിൽ പൊതുജനം അതിനെക്കുറിച്ച് ആ MLA-മാരുടെ സ്ഥിതി അധോഗതിയായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഏതൊക്കെ MLA-മാര് ആരൊക്കെ പിന്തുണച്ചു എന്നുള്ള കാര്യം വളരെ രഹസ്യമായി സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു കോൺഗ്രസ്. പക്ഷെ അതെങ്ങനെയാണ് പൊട്ടിയെന്ന് വെച്ചാണെങ്കിൽ, കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായിട്ടുള്ള മുകുൾ വാസ്നിക് ഏതൊക്കെ MLA-മാർ ആരൊക്കെയാണ് പിന്തുണയ്ക്കുന്നത് എന്നതിന്റെ ഒരു ലിസ്റ്റുമായിട്ട് കോൺഗ്രസിന്റെ ഓഫീസിലേക്ക് പോവുകയായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ രഹസ്യമായി സൂക്ഷിക്കേണ്ട ഒരു ലിസ്റ്റാണത്. അങ്ങനെ മൂപ്പര് അതുമായി കോൺഗ്രസിന്റെ ഓഫീസിലേക്ക് പോകുന്നതിന്റെ അടുക്ക് എന്താക്കിയെന്ന് അറിയും, കുറച്ച് മാധ്യമങ്ങൾ മൂപ്പര് ചുറ്റും വളഞ്ഞ് ആ ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്ത്, അതിനിടയിൽ മൂപ്പരുടെ കയ്യിലുള്ള ലിസ്റ്റിലേക്ക് ഏതൊരു ഫോട്ടോഗ്രാഫർ സൂം ചെയ്തൊരു ഫോട്ടോയും എടുത്തു. ആ ഫോട്ടോയിൽ വ്യക്തമാണ് ഏതൊക്കെ MLA-മാർ ആരൊക്കെ പിന്തുണയ്ക്കുന്നു എന്നുള്ളത്. ഞാൻ ആ ഫോട്ടോ ഒന്ന് ഇവിടെ കാണിക്കാം, നിങ്ങളൊന്ന് വായിച്ചുതരാം. MLA നെയിം നീലകണ്ഠൻ, ആരും പിന്തുണയ്ക്കുന്നില്ല. സന്ദീപ് വാര്യർ പ്രിഫറൻസ് KC, അതായത് മൂപ്പര് KC വേണുഗോപാലിനാണ് പിന്തുണയ്ക്കുന്നത്. അതുപോലെ തന്നെ അഡ്വക്കേറ്റ് സജീവ് ജോസഫ് KC, അഡ്വക്കേറ്റ് TO മോഹനൻ KC, അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് KC, MS ഉഷ വിജയൻ KC, IC ബാലകൃഷ്ണൻ KC+RC, അതായത് KC വേണുഗോപാലിനെയും രമേശ് ചെന്നിത്തലയും പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ അഡ്വക്കേറ്റ് T സിദ്ദീഖ് KC വേണുഗോപാൽ. ഇങ്ങനെ നീളുന്നു ലിസ്റ്റ്. താഴെ മൂപ്പര് മൊബൈൽ ഫോണോട് പൊത്തി പിടിച്ചിട്ടുണ്ട്, ഇല്ലായിരുന്നുണ്ടെങ്കിൽ ബാക്കിയും കൂടി അറിയാമായിരുന്നു. എന്തായാലും ഈ ലിസ്റ്റ് പുറത്തു വന്നതോടെ ഏതൊക്കെ MLA-മാരാണ് KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നതിനെ കുറിച്ച് ഏകദേശ ധാരണ ജനങ്ങൾക്ക് കിട്ടിയെന്നുള്ളതാണ്. പ്രത്യേകിച്ച് സന്ദീപ് വാര്യറൊക്കെ KC വേണുഗോപാലിനെ പിന്തുണ അറിയിക്കുമെന്നുള്ളത് ആരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല. കാരണം സന്ദീപ് വാര്യർ അറിയാലോ, BJP-യിൽ നിന്നും കോൺഗ്രസിലേക്ക് ഈ അടുത്ത കാലത്ത് കയറി വന്നൊരു നേതാവാണ് സന്ദീപ് വാര്യർ. അതിനുശേഷം വളരെ മികച്ച പ്രകടനം കോൺഗ്രസിൽ കാഴ്ചവെച്ചൊരു നേതാവും കൂടിയാണ്, ജനങ്ങളുടെ മനസ്സിൽ ഇടം പിടിച്ചൊരു നേതാവും കൂടിയാണ്. മൂപ്പര് KC വേണുഗോപാലാണ് പിന്തുണ അറിയിച്ചതെന്ന് അറിഞ്ഞതോടെ ബാക്കി പറയണോ പോക്കില് ജനങ്ങൾ മൂപ്പര് നല്ലോണം തെറി. അങ്ങനെ എന്താക്കി മൂപ്പര് ഇതിനൊരു എക്സ്പ്ലനേഷൻ ആയിട്ട് രംഗത്ത് വരുന്നുണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ. അത് അതിനും മുട്ടൻ കോമഡിയാണ്, ഒന്ന് കേട്ടോ. രാവിലെ മുതലുള്ള ഏറ്റവും വലിയ പ്രധാന ചർച്ച AICC നിരീക്ഷണമായിട്ടുള്ള മുകുൾ വാസ്നിക്കിന്റെ കയ്യിലൊരു ചിത്രമാണ്. ആ ചിത്രത്തിൽ സന്ദീപ് വാര്യർ KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നു എന്നതാണ് അതിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്. KCയുടെ താങ്കളുടെ പേരിന്റെ നേരെ KCയുടെ പേര് എഴുതി. ആ ചിത്രം പുറത്തു വന്നിട്ടുണ്ട്. എല്ലാ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടികളിലും ഒരു ഇന്റേണൽ ഡെമോക്രസി ഉണ്ട്, ഒരു ആഭ്യന്തര ജനാധിപത്യം ഉണ്ടായിരിക്കണം. അപ്പോൾ ദൗർഭാഗ്യവശാൽ അത് ഇല്ലാത്ത രണ്ട് പ്രസ്ഥാനങ്ങളാണ് CPM-ഉം BJP-യും.
അവിടെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ഒരു കേന്ദ്രത്തിൽ നിന്നാണ്. CPM ആണെങ്കിൽ CPM-ന് ഒരു അധികാരം, ഒരു സെൻട്രൽ പവറുണ്ട്. ആ ഒരു പവർ സെൻറ്ററിൽ നിന്നാണ് തീരുമാനങ്ങൾ വരുന്നത്. BJP-ക്ക് ആണെങ്കിൽ നാഗ്പൂരിൽ നിന്നാണ് തീരുമാനങ്ങളൊക്കെ വരുന്നത്. അത് താഴെ തലങ്ങളിലേക്ക് യാന്ത്രികമായിട്ട് അനുസരിക്കുന്ന ആളുകളാണ് ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുള്ളതെങ്കിൽ കോൺഗ്രസ് ഒരു ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയാണ്. അപ്പോൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ അത് കോൺഗ്രസിലെ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യത്തെയാണ് കാണിക്കുന്നത്. ഞങ്ങൾക്ക് അഭിപ്രായം തേടിയിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾക്ക് അഭിപ്രായത്തെ മതിച്ചിട്ടുണ്ടെങ്കിൽ അതെന്താ സൂചിപ്പിക്കുന്നത്? കോൺഗ്രസ് ഒരു വിശാലമായ ഡെമോക്രാറ്റ് ആണ്. നല്ല കാര്യം. അതിന് സന്ദീപ് വാര്യരെ താങ്കളോട് കോൺഗ്രസിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്നല്ലേ ചോദിച്ചത്. നിങ്ങൾ KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നതായിട്ട് ആ ലിസ്റ്റിൽ കണ്ടല്ലോ. അത് ശരിയാണെന്ന് മാത്രം, ശരിയാണെങ്കിൽ ശരിയാണെന്ന് പറയുക, തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയുക, അതിനുള്ള കാരണവും പറയുക. അല്ലാണ്ട് കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തെ കുറിച്ചല്ലേ നിങ്ങളോട് ചോദിച്ചത്. ആശാൻ അങ്ങോട്ട് കിടന്ന് മെഴുകാണല്ലേ. എന്തായാലും മൊത്തത്തിൽ സന്ദീപ് വാര്യരുടെ കയ്യിൽ നിന്ന് പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതിനിടയ്ക്ക് നടന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ കാന്തപുരം വിഭാഗവും KC വേണുഗോപാലിന് പിന്തുണ അറിയിച്ചു രംഗത്ത് വന്നെന്നുള്ളതാണ്. മൂപ്പർക്ക് അന്ന് കണ്ടോക്കാം. KC വേണുഗോപാലിനെ പിന്തുണച്ച് കാന്തപുരം വിഭാഗം ഹൈക്കമാൻഡിന് കത്തയച്ചു. KC ദേശീയ തലത്തിൽ പാർട്ടിയെ നയിക്കുന്ന നേതാവാണ്. MLA അല്ലാതെ AK ആന്റണി ഉൾപ്പെടെയുള്ളവർ മുഖ്യമന്ത്രിയായിട്ടുണ്ടെന്നും കാന്തപുരത്തിന്റെ മകൻ അബ്ദുൽ ഹക്കീം അസ്ഹരി കത്തിൽ പറയുന്നുണ്ട്. എന്തായാലും ഇങ്ങനെ പിന്തുണ അറിയിച്ചതിന് കാന്തപുരം ഉസ്താദിനും കിട്ടി. ഞാൻ കമന്റ്സ് ഒന്നും വായിക്കുന്നില്ല. അമ്മാതിരി തെരുവിലെയാണ് മൂപ്പർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു മുസ്ലിം വിഭാഗത്തിന് ഉയർന്ന നേതാവോടോ അതിനൊരു ബഹുമാനെങ്കിലും കൊടുക്കടോ. ഇങ്ങനെയുണ്ടോ തെരുവിളി? എന്തായാലും മൊത്തത്തിൽ കാര്യങ്ങൾ എടുത്തു നോക്കുന്ന സമയത്ത് ചെറിയവനെന്നോ വലിയവനെന്നോ ആരൊക്കെ KC വേണുഗോപാലിന് പിന്തുണ അറിയിക്കുന്നു അവരെയൊക്കെ പൊതുജനം പൊലാട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത്രക്കും ആളുകൾ ഈ സംഭവത്തെ ഇമോഷണൽ ആയി എടുത്തു തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഇതോടുകൂടി ഒരു കാര്യം ഉറപ്പായി, കോൺഗ്രസ് മൊത്തത്തിൽ അങ്ങോട്ട് വേർക്കും. കാരണം കൂടെ ഒന്ന് ആലോചിച്ച് നോക്കി, നേതാക്കന്മാർക്ക് മൊത്തം താല്പര്യം KC വേണുഗോപാലിനെ മുഖ്യ, പക്ഷെ പൊതുജനത്തിന് താല്പര്യം VD സതീശനെ മുഖ്യമന്ത്രിയാക്കാനും. കോൺഗ്രസ് എന്ത് ചെയ്യും? നേതാക്കന്മാരെ പണിക്കി കഴിഞ്ഞാണെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ടുകൾ. ഇനി പൊതുജനത്തെ പിണക്കിക്കൊണ്ട് നേതാക്കന്മാരുടെ താല്പര്യം മാനിച്ച് KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കിയാലോ പൊതുജനം വെറുതെ ഇരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മൊത്തത്തിൽ കോൺഗ്രസ് വേർക്കുന്ന ഒരു അവസ്ഥയാണ്. എന്തായാലും മോസ്റ്റ് പ്രോബബ്ലി നേതാക്കന്മാരുടെ താല്പര്യത്തിനനുസരിച്ചിട്ടാണ് കോൺഗ്രസ് നീങ്ങാൻ സാധ്യത. ചരിത്രം അതാണല്ലോ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ മിക്കവാറും KC വേണുഗോപാൽ തന്നെ ആയിരിക്കും മുഖ്യമന്ത്രി ആകാനും സാധ്യത. പക്ഷെ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാണെങ്കിൽ പിന്നെ കേരളത്തിൽ കോൺഗ്രസ് നോക്കണ്ട, ജനങ്ങൾ കോൺഗ്രസിന് വേരോടെ അങ്ങ് പെയ്തറിയും. അതിൽ യാതൊരു സംശയവും വേണ്ട. എന്തായാലും ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും KC വേണുഗോപാൽ 2024 മനോരമ ന്യൂസിന് കൊടുത്തൊരു ഇന്റർവ്യൂ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നമുക്ക് എന്തായാലും ആൺകൂടി ഒന്ന് കണ്ടുനോക്കാം. UDF തന്നെ അധികാരത്തിൽ വരുമെന്ന് താങ്കൾക്ക് ഇത്ര ആത്മവിശ്വാസമാണെങ്കിൽ അതിന്റെ പിന്നാലെ എപ്പോഴും വരുന്നൊരു ചോദ്യമുണ്ട്, അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും ആ മന്ത്രിസഭയെ നയിക്കുക എന്ന്. അത് ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ മിനിറ്റുകൾക്കകം തീരുമാനിക്കും. ഭൂരിപക്ഷം കിട്ടിയപ്പോ 5550 മിനിറ്റ് ആയി. ഇപ്പൊ ഒരു തീരുമാനമായിട്ടില്ലല്ലോ KC വേണുഗോപാല്. ഇനി എപ്പോഴാണോ തീരുമാനം ഉണ്ടാവുക? ബാക്കി പറഞ്ഞാലും കോൺഗ്രസിന്റെ ശൈലി അതാണ്. ആരാധനായ K കരുണാകരനും ഏറ്റവും ആദരണീയനായ ശ്രീ AK ആന്റണിയും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയും ഒക്കെ തന്നെ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലും അവരെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചുകൊണ്ട് അത് സത്യമാണ്. പക്ഷെ KC വേണുഗോപാൽ അഥവാ മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്ന ഒരു ബൈ ഇലക്ഷൻ ഇവിടെ നേരിടേണ്ടി വരും. കാരണം KC വേണുഗോപാൽ ഒരു MLA അല്ലല്ലോ, MP ആണല്ലോ. അങ്ങനെ MLA അല്ലാത്ത ഒരാൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് കൊണ്ടുപോയി ഇരുത്തി കഴിഞ്ഞാണെങ്കിൽ കൂടി പോയാൽ 6 മാസം മാത്രമേ അയാൾക്ക് കേരളം, അതിനപ്പുറത്തേക്ക് അദ്ദേഹം കേരളം ഭരിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ബൈ ഇലക്ഷൻ. അതെങ്ങനെയാണ് നടക്കേണ്ടത്? ഭരിക്കുന്ന പാർട്ടിയിലെ ഏതെങ്കിലും ഒരു MLA എന്നിട്ട് ആ സ്ഥാനത്തേക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തുള്ള ഈ വ്യക്തി എന്താക്കണം? മത്സരിക്കണം. അതിനെ ബൈ ഇലക്ഷൻ എന്ന് പറയും. അങ്ങനെ ബൈ ഇലക്ഷനിൽ മത്സരിച്ചാൽ മാത്രമേ പിന്നീട് അങ്ങോട്ട് ആ വ്യക്തിക്ക് തുടർന്ന് കേരളം ഭരിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ വരുമ്പോൾ KC വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് 6 മാസത്തിന് ശേഷം KC വേണുഗോപാൽ ഒരു ബൈ ഇലക്ഷൻ നേരിടേണ്ടി വരും. അവിടെ ജനങ്ങൾ KC വേണുഗോപാലിനെ കൈകാര്യം ചെയ്യും. അതിൽ യാതൊരു പൊട്ടിച്ചങ്ങോട്ട് കയ്യിൽ തരും. അതുകൊണ്ട് വെറുതെ അതിലേക്കൊന്ന് നിൽക്കേണ്ട ആ സ്ഥാനം കൂടെ ഒഴിഞ്ഞു കൊടുത്തേക്ക്. അതിന് അർഹതപ്പെട്ടത് VD സതീശന് മാത്രമാണ്. മൂപ്പരാണ് കോൺഗ്രസ് ജയിക്കാൻ വേണ്ടി ഇത്രയും പണിയെടുത്തത്. അങ്ങനെ മൂപ്പര് പണിയെടുത്ത് നിങ്ങൾ സൂചിക്കേണ്ട KC ചേട്ടാ. ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ, ബാക്കി പറഞ്ഞാട്ടെന്തായാലും. ആ കാലഘട്ടത്തിലൊക്കെ അവര് എല്ലാവരും അംഗീകരിക്കപ്പെട്ട അത് അന്നൊന്നും ഇല്ലാതിരുന്ന ഒരു പുതിയ പ്രശ്നം ഇപ്പോഴുണ്ട്. ഈ പ്രോബ്ലം ഓഫ് പ്ലെന്റി എന്ന് നമ്മൾ പറയില്ലേ, എത്രയോ നേതാക്കളാണ് ഇപ്പോൾ KC വേണുഗോപാൽ സംഘടനാ ജനറൽ സെക്രട്ടറി, താങ്കൾക്ക് വേണമെങ്കിൽ വരാം, രമേശ് ചെന്നിത്തല അവിടെ നിൽക്കുന്നു, VD സതീശനുണ്ട്, K മുരളീധരനുണ്ട്, ശശി തരൂരുണ്ട്. എങ്ങനെ മൈനസ് ചെയ്തു? കുഴപ്പമില്ല, എന്നെ മൈനസ് ചെയ്തു. ഇപ്പൊ എല്ലാവരും എന്താ ആശന ഡയലോഗ്? എന്നെ 2024 അടിച്ച ഡയലോഗാണിത്. എന്നെ മൈനസ് ചെയ്തോ? എനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം വേണം എന്നൊക്കെ പറഞ്ഞ ആളാണ് 2026 വന്നിട്ട് മുഖ്യമന്ത്രിക്ക് വേണ്ടി അടിപിടി കൂടുന്നത്. ഇങ്ങനെ ഒരു മനുഷ്യനിഷ്ട ഓന്ന് പോലും ഇങ്ങനെ നിറം മാറും. അല്ലെങ്കിലും പണ്ട് രാഷ്ട്രീയക്കാരെ അധികാരം കണ്ടു കഴിഞ്ഞാണെങ്കിൽ പിന്നെ പണ്ട് പറഞ്ഞതൊക്കെ ഇവരങ്ങോട്ട് മറക്കും. എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. ഇപ്പൊ എല്ലാവരും പ്ലസ് ആയിട്ട് പറയുന്നത് താങ്കളെയാണ്. ആദ്യത്തെ പ്ലസ് അല്ല, എന്നെ മൈനസ് ചെയ്തോളൂ. ഈ പറയുന്ന ആർക്കും ആഗ്രഹം വരുന്നതിൽ ഒരു കുഴപ്പം പറയാൻ പറ്റില്ല.
അപ്പോൾ അവർക്കാർക്കും ഈ മുഖ്യമന്ത്രി മോഹം ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുന്നതിനകത്ത് എന്താ അർത്ഥമുള്ളത്? ഒരു രാഷ്ട്രീയ പ്രവർത്തകന് മോഹം ഉണ്ടാവും, മുഖ്യമന്ത്രി ആകണമെന്ന് മോഹം ഉണ്ടാവും, അങ്ങനെയുള്ളവരുണ്ടാവും. അത് പക്ഷെ താങ്കൾക്കുള്ളത് വ്യാമോഹമാണ് കെ സി ചേട്ടാ. ഉള്ളത് പറയാലോ, അട്ടർ വ്യാമോഹമാണ്. അതിനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞൊക്കെ തന്നെ. കോൺഗ്രസ് ജയിക്കാൻ വേണ്ടി ഇത്രയും പണിയെടുത്തത് വി ഡി സതീശനാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയായിട്ട് വി ഡി സതീശനെ മതി. അതിനിടയിൽ കൂടെ താങ്കൾ കയറി വരാൻ നോക്കണ്ട കേട്ടോ. അതിന് ഞങ്ങൾ സമ്മതിക്കത്തുമില്ല. ബാക്കി പറഞ്ഞാട്ട് എന്തായാലും താങ്കൾ ഒരുപാട് ട്രബിൾ ഷൂട്ടിംഗ് നടത്തിയിട്ടുണ്ട്. അതിന്റെ ഏറ്റവും പ്രധാന പ്രശ്നം ഈ നേതാക്കൾ തമ്മിലുള്ള സ്വരച്ചേർച്ച ഇല്ലായ്മയായിരുന്നു. അതുപോലെ തന്നെ താഴെ ബൂത്തുകളിൽ എത്താത്ത പ്രവർത്തനത്തിന്റെ കാര്യത്തിലും ഈ നേതാക്കൾ ഇവിടെ എന്തുകൊണ്ടാണ് ഇതൊക്കെ പരിഹരിച്ചു പോകാത്തത്? ഞാൻ അടക്കമുള്ള നേതാക്കന്മാർ ഒരു കാര്യത്തിൽ അതിനകത്ത് തീരുമാനമെടുത്തേ പറ്റുള്ളൂ. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങളോ ഈഗോകളോ ഒന്നും സംഘടനയുടെ മുന്നോട്ടുള്ള വളർച്ചയിലോ വിജയത്തിലേക്കുള്ള പാതയിലോ വഴിമുടക്കികളായി നിൽക്കുന്നത് നമുക്ക് ആർക്കും ഗുണകരമാവില്ല. എന്നിട്ട് ഈ പറഞ്ഞ താങ്കളുടെ ഈഗോ തന്നെ ഇപ്പൊ ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിക്ക് വിലങ്ങതടിയാണല്ലോ കെ സി ചേട്ടാ. പ്രത്യേകിച്ച് താങ്കളുടെ മുഖ്യമന്ത്രി മോഹം, അതാണ് ഇപ്പൊ കോൺഗ്രസിന് ഏറ്റവും വലിയ തലവേദനയായിട്ട് മാറിയിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇങ്ങനെയൊക്കെ പറഞ്ഞ ആളാണ് ഇപ്പൊ ഓപ്പോസിറ്റ് വന്ന് പ്രവർത്തിക്കുന്നത് എന്ന് ഓർക്കണം. ഇങ്ങനെ ഇനി കെ സി ഗോപാൽ എന്ന് മറ്റേ ഓന്ന് ഗോപാൽ എന്നിട്ട് വിളിക്കേണ്ടി വരും. ബാക്കി പറഞ്ഞതായിട്ട് അതുകൊണ്ട് അത് എല്ലാവരും സ്വയം ബോധ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് വന്നേ പറ്റൂ എന്നുള്ള കാര്യം സംശയം. ഞാനടക്കമുള്ള സ്വയം ഏറ്റെടുത്തുകൊണ്ടാണ് പറയുന്നത്. എന്നെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും പാർട്ടിക്ക് ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ള ഒരു തികഞ്ഞ ബുദ്ധിയുണ്ട്. അത് എല്ലാവർക്കും ഉണ്ടാവും. എന്നാൽ പിന്നെ ആ മുഖ്യമന്ത്രി ആ സ്ഥാനങ്ങൾ മാറിക്കൊടുത്തൂടെ? അതായിരിക്കും നിങ്ങൾ ഇപ്പൊ കേരള ജനതയോട് ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം എന്ന് പറയുന്നത്. ആരോട് പറയാനില്ലേ? എന്തായാലും എന്താവുന്നുള്ളത് കണ്ടു തന്നെ അറിയാം. എനിവേ, ഇനി അതിനിടയ്ക്ക് ഒരു സിനിമാ ക്ലിപ്പ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് പ്രചരിക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും അതും കൂടി കണ്ട ശേഷം അവസാനിപ്പിക്കാം. സിഎമ്മിനെ തിരഞ്ഞെടുക്കുന്ന ജനങ്ങളല്ലല്ലോ ചാക്കോ സാറേ, MLA-മാരല്ലേ, അവര് തീരുമാനിക്കും. അതല്ലേ ചാക്കോ സാറേ അതിന്റെ ഒരു ശരി. MLA-മാര് അസംബ്ലി ഇലക്ഷന്റെ വിജയത്തിൽ ചാക്കോ സാറിന്റെ പങ്ക് പാർട്ടിക്ക് ഒരിക്കലും തള്ളിക്കളയാനാവില്ല. ചാക്കോ സാറിന്റെ സേവനം പാർട്ടിക്ക് ഇനിയും എന്നും ഉണ്ടാകണം. ലേക്കിൻ ചാക്കോ സാർ, ഇത്തവണ ജയിച്ചു വന്നവരിൽ അധികം പേരും മിസ്റ്റർ നായർ സാറിന്റെ ആളുകളാണ്. അതുകൊണ്ട് അല്ല, ചക്കോജി പുതിയ മന്ത്രിസഭയുടെ ഭാഗമാകണം. അതിൽ ആർക്കും തർക്കമില്ല അല്ലേ? ഒരിക്കലും ഇല്ല. മുഖ്യമന്ത്രി സ്ഥാനം ഒഴിച്ച് മറ്റെന്തും. കോഴിക്ക് മൂല വന്നിട്ട് അതിന്റെ ഇടത്തെ മൂലയെന്ന് ഒരു കിണ്ണം പാലെടുത്ത് പാൽപ്പായസം ഉണ്ടാക്കി തരാന്ന് പറഞ്ഞ നാക്ക് നീട്ടി നിൽക്കണം ഒരുപാട് എണ്ണത്തിന് കണ്ടിട്ടുണ്ടാവും ഡൽഹിയിൽ. അതിൽ ചാക്കോയെ കൂട്ടല്ലേ കേന്ദ്രമന്ത്രി. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ ഡൽഹിയിലെ കസേരയില് ഇനി ഖദറിന്റെ ഒരു നൂലെങ്കിലും കയറിയിരിക്കണമെങ്കിൽ ആദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും വളയുന്ന നിങ്ങളുടെ നാട്ടിലിന് കോട്ടയത്തെ റബ്ബറിന്റെ ഒരു ബലം ഉണ്ടാവണം. എന്തായാലും റോമാഞ്ചിഫിക്കേഷൻ അല്ലാണ്ട് ഒന്നും ഇതിന് പറയാനില്ല. കറക്റ്റ് ഇപ്പൊ കോൺഗ്രസ് സിനാരിയോക്ക് യോജിച്ചൊരു സിനിമാ ക്ലിപ്പ് എന്ന് പറയാതെ വയ്യ. എന്ത് തന്നെയാലും ഈ സിനിമ എടുത്തവനിരിക്കട്ടെ എന്റെ ബിഗ് സല്യൂട്ട്. ഇങ്ങനെ ഒരവസ്ഥ കേരളത്തിൽ ഉണ്ടാകുമെന്ന് മുൻകൂട്ടി കണ്ടെടുത്തൊരു സീന് പോലുണ്ടല്ലേ ഇത്. സംഭവം പൊളിച്ചൊന്നും പറയാനില്ല. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഈ സിനിമാ ക്ലിപ്പ് നല്ലോണം പ്രചരിക്കുന്നുണ്ട്. എനിവേ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ ഒരു കടുപ്പ് വശം എന്ന് പറയുന്നത്. എന്തായാലും അധികം ഒന്നും താമസിക്കത്തില്ല. 2-3 ദിവസത്തിനുള്ളിൽ തന്നെ മുഖ്യമന്ത്രി ആരാകും എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും. അത് വി ഡി സതീശൻ ആകണമെന്നുള്ളതാണ് പൊതുജന താല്പര്യം. ആ പൊതുജന താല്പര്യത്തെ കോൺഗ്രസ് മാനിക്കും എന്നുള്ളത് കണ്ടു തന്നെ അറിയാം. മാനിച്ചിട്ടില്ല എങ്കിൽ അതിന്റെ കോൺസിക്വൻസ് കോൺഗ്രസ് തന്നെ നേരിടേണ്ടി വരും. അതിൽ യാതൊരു സംശയവും വേണ്ട. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിലേക്ക് പുറത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.